ഇപ്പൊ ഇവനൊരു അഡീഷണൽ ഒരു ബന്ധവസ്തൂടെ കൊടുക്കുന്നുണ്ടല്ലോ കയർ ഉപയോഗിച്ചുകൊണ്ട്, അതെന്താ കാര്യം? അത് മാറാക്കാൻ വേണ്ടി, കറങ്ങാതിരിക്കാൻ വേണ്ടി. നമസ്കാരം, VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. വളരെ വ്യത്യസ്തമായ പേരുള്ള ഒരു കൊമ്പനെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കാളകുത്തൻ കണ്ണൻ. മൈസൂർ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന കൊമ്പൻ. സർക്കാർ ഉടമസ്ഥയിൽ ആയിരുന്നതിനാൽ തന്നെ വനത്തിലൂടെ മതിച്ച് നടന്നിരുന്ന കൊമ്പൻ. പ്രശസ്ത സിനിമാ താരവും ആന ഉടമസ്ഥനുമായ ബാബു നമ്പൂതിരിയാണ് ഇവനെക്കുറിച്ചറിഞ്ഞ് ഇവനെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയത്. പൊതുവെ ആനകളുടെ ലക്ഷണശാസ്ത്രം നോക്കി മനസ്സിലാക്കി മാത്രം ആ കൊമ്പനെ സ്വന്തമാക്കുന്ന ബാബു നമ്പൂതിരിക്ക് കണ്ണനെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. മൈസൂർ സർക്കാർ ഇവനിട്ടിരുന്ന പേര് പ്രകാശ് എന്നായിരുന്നു. ബാബു നമ്പൂതിരി പ്രകാശിനെ സ്വന്തമാക്കിയതോടുകൂടി അവൻ കാഞ്ഞിരക്കാട്ട് കണ്ണൻ ആയി മാറി. നല്ല ഒരു ഓട്ടക്കാരൻ കൂടിയായ കണ്ണനെ എവിടെ തളച്ചാലും കയർ ഉപയോഗിച്ചും കൂടുതൽ ബന്ധവസ് നൽകാറുണ്ട്. അതിൻ്റെ കാരണം പിന്നാലെ പറയാം. ബാബു നമ്പൂതിരിയുടെ കയ്യിൽ നിന്നും പിന്നീട് ഇവനെ തൊടുപുഴക്കാരനായ PM അൻസാരി സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ണന് വ്യത്യസ്തമായ പേര് ലഭിക്കുന്നത്, കാളകുത്തൻ കണ്ണൻ. പരേഡ്, ഇടിവെട്ട് ഇവയെല്ലാം കണ്ണന് ഭയങ്കര പേടിയാണ്. 2012 ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ പരേഡ് നടക്കുന്നു. പരേഡ് കണ്ട് കണ്ണൻ ഭയന്നോടി. ഇത് അന്ന് വലിയ വാർത്തയായി മാധ്യമങ്ങളിൽ മാറിയിരുന്നു. ബാബു നമ്പൂതിരിയുടെ കൈവശം കണ്ണൻ ഇരുന്ന സമയത്ത് കണ്ണൻ നടന്നു വരുന്നതിന് എതിരെ NCC ബാൻഡ് വന്നു. ഇത് കണ്ടും ഭയന്ന് കണ്ണൻ ഓടുന്ന സാഹചര്യമുണ്ടായി. നല്ല ആന സംരക്ഷകനായ PM അൻസാരി ഇവൻ്റെ ഭയമെല്ലാം മാറ്റിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു സീസണിൽ 80 മുതൽ 100 വരെ എഴുന്നള്ളത്തുകൾ കണ്ണൻ എടുക്കാറുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും ഭഗവാന്റെ തിടമ്പേറ്റുവാൻ കണ്ണൻ എത്തിയിരുന്നു. ഇപ്പൊ ഇവനൊരു അഡീഷണൽ ഒരു ബന്ധവസ്തൂടെ കൊടുക്കുന്നുണ്ടല്ലോ കയർ ഉപയോഗിച്ചുകൊണ്ട്, അതെന്താ കാര്യം? അത് മാറാക്കാൻ വേണ്ടി, കറങ്ങാതിരിക്കാൻ വേണ്ടി. സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ. ആളുകളുടെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പുറത്തേക്ക് ഇവനിങ്ങനെ ചുറ്റും ഇങ്ങനെ മാറാകുന്ന ഒരു സ്വഭാവം ഉണ്ടോ? അതുകൊണ്ട് ഒഴിവാക്കാനാണോ? നല്ല ലക്ഷണമൊത്ത ഉയരമൊത്ത കൊമ്പനാണ് കാളകുത്തൻ കണ്ണൻ.
ശിവസഭ ഓളോ മ്യൂസിക് ശ്രീമതി ലക്ഷ്മി കൃഷ്ണയുടെ ശിക്ഷണ കണ്ണൻ തീറ്റ തിന്നുന്നതിന് സമീപമിരുന്ന് പാപ്പാന്മാർ ഹൽവ കഴിക്കുന്നുണ്ടായിരുന്നു. കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് അത് ഏറുകണ്ണിട്ട് നോക്കുന്നുമുണ്ടായിരുന്നു. കണ്ണനറിയാം അവർ കണ്ണനും അതിൻ്റെ ഒരു പങ്ക് നൽകുമെന്ന്. കണ്ണൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പാപ്പാൻ എഴുന്നേറ്റ് ഹൽവയുടെ ഒരു പങ്ക് കണ്ണന് നൽകുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഒരു വീതം ആനയ്ക്ക് കൊടുക്കുമോ? ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഒരു വീതം ആനയ്ക്ക് കൊടുക്കുമോ? മിക്കവാറും കൊടുക്കുമോ? കഴിക്കുന്നതിൻ്റെ ഒരു വീതം കൊടുക്കുമോ? ഇവന് വലിയ പൊക്കമുള്ള ആനയാണോ? പൊക്കമുള്ള ആനകളുടെ കൂട്ടത്തിൽപ്പെട്ടാണോ? ആണോ? എത്രയുണ്ട് പൊക്കം എന്നറിയോ? 9.25. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.